PM ശ്രീ വിഷയം UDF ആലോചിച്ച ശേഷം മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ. രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർത്ത് പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല. അന്നും ഇന്നും ഒരേ നിലപാടാണുള്ളത്. പണം കിട്ടിയില്ലെന്ന ശിവൻകുട്ടിയുടെ പ്രസ്താവന തെറ്റാണ്. 93 കോടി രൂപ കേന്ദ്രം ഇതിനകം അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. ഞാനത് പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിൽ ഒരു വിധത്തിലുള്ള ഫാക്ച്വൽ മിസ്റ്റേക്കും ഇല്ല. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ കഴിഞ്ഞ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരുമായി PM ശ്രീ ഒപ്പുവെച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അതിപ്പോ ആര് നിഷേധിച്ചാലും ആ വസ്തുത ഇല്ലാതാവുന്നു. പിന്നീട് അവരുടെ മുന്നണിയിലും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിലും വലിയ വിമർശനങ്ങളും എതിർപ്പുകളും വന്നപ്പോൾ തൽക്കാലം മരവിപ്പിച്ചു. കെപ്റ്റിൻ അബയൻസ് എന്ന് പറഞ്ഞ് ഒരു നോട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനുശേഷം 93 കോടി രൂപ ഈ വിഷയത്തിൽ റിലീസായിട്ടുണ്ട്. അതും ഫാക്റ്റാണ്. നമ്മുടെ കാലത്തല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്. ഞങ്ങൾ വന്നിട്ട് 20 ദിവസമായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തതാണ്. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിക്കുകയാണ്. അതിൽ PM ശ്രീയോടുള്ള ഞങ്ങളുടെ നിലപാടിനൊന്നും ഒരു മാറ്റമില്ല. PM ശ്രീയോടുള്ള നിലപാടും നമ്മുടെ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ആഘാതമുണ്ടാക്കുന്ന വിധം കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം സംഗതികൾക്ക് കണ്ടീഷൻ വെക്കുന്നതിനോട് ഞങ്ങൾക്ക് വളരെ ശക്തമായ വിയോജിപ്പാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. PM ശ്രീയോട് അന്നും ഇന്നും ഒരേ നിലപാട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. ഗവൺമെന്റുകൾക്ക് തുടർച്ചയാണ്. അപ്പൊ രണ്ട് വാദമുണ്ട്. MOയിൽ ഒപ്പിട്ടാൽ ഒരു കക്ഷിക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല. നിങ്ങൾ അന്ന് എതിർപ്പ് വന്നപ്പോൾ പൂർണ്ണമായിട്ട് പിന്മാറിയിട്ടില്ല. എന്താ പറഞ്ഞത്? കെപ്റ്റിൻ അബയൻസ്, അത് തൽക്കാലം ഒന്ന് നിർത്തിവെക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് മാത്രം UDF സർക്കാരിന് ഇതുമായി മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥരായി എന്നുള്ളതാണോ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഗവൺമെന്റുകൾ തുടർച്ചയാണ്. മാസങ്ങൾക്ക് മുമ്പ് കേരള സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റുമായി ഒപ്പുവെച്ച ഒരു കരാറാണ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, തർക്കമൊന്നുമില്ല. അതിനനുസൃതമായി ഇതിൽ എങ്ങനെയാണ് ഇനി അടുത്ത നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് ഗവൺമെന്റ് ആലോചിക്കണം. ഞങ്ങളെ നയിക്കുന്ന UDFന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അത് ചർച്ച നടത്തണം. വളരെ അടിയന്തരമായ ഒരു എമർജൻസി ആ കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ 20 ദിവസമായിട്ടുള്ളൂ.